മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ നെടുപുഴയിൽ കള്ളവോട്ട്. കോർപ്പറേഷൻ ഡിവിഷൻ 45 ബൂത്ത് 1 പ്രദീപിന്റെ വോട്ടാണ് മറ്റൊരാൾ ചെയ്തത്. തൃശൂർ നെടുപുഴയിലാണ് കള്ളവോട്ട് എന്ന ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷനിലെ 45 ബൂത്ത് 1 പ്രദീപിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്ന ഒരു ആരോപണം ഉയരുന്നത്. നെടുപുഴയിലാണ് കള്ളവോട്ട് എന്ന പരാതി ഉയരുന്നത്. എൻ്റെ അനുജൻ 9:15 കൂടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ആ വോട്ട് ഓൾറെഡി 7ാം നമ്പർ വോട്ടായിട്ട് കാലത്തെ 7:30 മുന്നേ ചെയ്തതായിട്ടാണ് അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ താമസം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ടെൻഡേഡ് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സംഭവം നമുക്ക് നിരാശാജനകമാണ്. കാരണം നമ്മളെ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വോട്ട് അത് മറ്റൊരാൾ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ വളരെയധികം നിരാശ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിനെതിരെ കംപ്ലൈൻറ്റുമായിട്ട് ഏതറ്റവും വരെ പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കള്ളവോട്ട് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. കാരണം വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് 7ാം നമ്പറിൽ തന്നെ 7ാം നമ്പറായിട്ട് തന്നെ ഈ കള്ളവോട്ട് രേഖപ്പെടുത്തി പോയി എന്നുള്ളത് സംശയം ഉളവാക്കുന്നൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൽ അന്വേഷണം വേണം. അന്വേഷിച്ച് ഇതിൻ്റെ കുറ്റക്കാരായ ആളുകളെ, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കണം. പോലീസ് നമുക്ക് ടെൻഡർ വോട്ട് ചെയ്യാം. ടെൻഡർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്കാക്കുമെന്നുള്ളതാണ്. ഇത് മറ്റേ വോട്ട് അസാധുവായിട്ട് കണക്കാക്കുമെന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കള്ളവോട്ട് ചെയ്തത് ആരാണ്, അത് ആരുടെ പ്രേരണയിലാണ് അത് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ ഒരു യഥാർത്ഥ വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തന്നെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു എന്ന വിവരം അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലാണ്. തൃശ്ശൂർ നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ ബൂത്ത് നമ്പർ 1 ഇത്തരത്തിൽ ഒരു കള്ളവോട്ട് നടന്നിരിക്കുന്നത്. രാവിലെ 7:30 ഏഴാമത്തെ നമ്പറിൽ വോട്ട് ചെയ്ത് പോയി. അതിനുശേഷം 9 മണിയോടെയാണ് ഈ പ്രദീപ് അവിടേക്ക് വോട്ട് ചെയ്യാനെത്തുന്നത്. പ്രദീപ് വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ്, പരിശോധിച്ചപ്പോഴാണ് തന്റെ വോട്ട് 7ാമത്തെ നമ്പറായി രാവിലെ 7:30 തന്നെ മറ്റാരോ ചെയ്തു പോയി എന്നുള്ള വിവരം പ്രദീപ് അറിയുന്നത്. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പ്രദീപിന്റെ വോട്ട് ടെൻഡർ വോട്ടായി വാങ്ങുകയായിരുന്നു. അതായത് മുദ്ര വെച്ച കവറിൽ വോട്ട് രേഖപ്പെടുത്തി വാങ്ങി മറ്റേ വോട്ട്, അതായത് കള്ളവോട്ട് രേഖപ്പെടുത്തിയ ആ വോട്ട് അസാധുവാക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു. ഈ പ്രദീപ് എറണാകുളത്ത് ജോലി ചെയ്തു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇദ്ദേഹം ഈ 9 മണിയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എറണാകുളത്തേക്ക് ജോലിക്ക് പോകാം എന്ന് കരുതിയായിരുന്നു എത്തിയത്. അപ്പോഴാണ് തന്റെ വോട്ട് മറ്റാരോ ചെയ്തു പോയി എന്നുള്ള വിവരം പ്രദീപ് അറിയുന്നത്. എന്തായാലും നിലവിൽ രേഖാമൂലം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തായാലും അധികം വൈകാതെ തന്നെ പ്രദീപിന്റെ സഹോദരൻ സുദീപ് ആ പരാതി കൊടുക്കുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. സുദീപാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ ബൈറ്റാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്തത്. ഈ സുദീപ് UNA യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ദേശീയ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വോട്ടാണ് ഇത്തരത്തിൽ മറ്റാരോ ചെയ്ത് പോയിരിക്കുന്നത്. എന്തായാലും 40% പോളിംഗ് തൃശ്ശൂരിൽ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ആകെ മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലൊരു കള്ളവോട്ട് ആരോപണമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആകെ കൂടി ഈ സമയത്തിനുള്ളിൽ കള്ളവോട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഈ നെടുപുഴ പോളിടെക്നിക്കാണ്. ഇവർ വോട്ട് ചെയ്ത പ്രദീപിന്റെ സഹോദരൻ പറയുന്നത് തങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. അതായത് ഈ വോട്ട് ആരാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തു പോയത് എന്നുള്ള കാര്യം ഇവർക്ക് അറിയണം. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനു കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് രേഖാമൂലം തന്നെ പരാതി നൽകുന്നത്. മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് പോളിംഗ് ബൂത്തുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നുള്ള കാര്യം നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു CCTV ക്യാമറയൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അത്തരത്തിലൊരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സമയവും ആ പേരും ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയും. എന്തായാലും വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ വരുമ്പോൾ അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്ത ആളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ പ്രദീപിന്റെ സഹോദരൻ സുദീപ് പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് രേഖാമൂലം തന്നെ പരാതി നൽകും എന്ന് തന്നെയാണ് ഈ സുദീപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്.
ശരി. തൃശൂർ നെടുപുഴയിലാണ് കള്ളവോട്ട് എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷൻ 45-ലെ ബൂത്ത് 1-ൽ പ്രദീപിന്റെ വോട്ടാണ് മറ്റാരോ ചെയ്തിരിക്കുന്നത്. പ്രദീപിന് ടെൻഡർ വോട്ട് നൽകാമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.